ജോഷില, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ സ്പിരിറ്റ് നിർമ്മാണശാല എന്ന പുകമറ മുൻനിർത്തിക്കൊണ്ട് അഴിമതി അഴിമതി എന്ന് പ്രതിപക്ഷം പറയുന്നുണ്ട്. പക്ഷേ എന്ത് അഴിമതി നടന്നു എന്നത് ഈ നിമിഷം വരെ വ്യക്തമാക്കാൻ അവർക്ക് കഴിയാതെ പോകുന്നൊരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ മന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ചതാണ്, ഇത് ഇത്ര വലിയ പ്രശ്നമാണെങ്കിൽ നിങ്ങൾ അടിയന്തര പ്രമേയം നിയമസഭയിൽ അവതരിപ്പിക്കൂ. എന്തുകൊണ്ട് ഇതുവരെ അടിയന്തര പ്രമേയമായി സഭയിൽ അത് കൊണ്ടുവരാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യവും ഇന്ന് മന്ത്രി മുന്നോട്ട് വയ്ക്കുകയാണ്. മനു, ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ ഒരു മറുപടിയുണ്ട്. പ്രതിപക്ഷം ഇക്കാര്യത്തിൽ പരിഹാസ്യരാവുകയാണ് എന്നുള്ളതാണ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞത്. ഇതുവരെ അഴിമതി അഴിമതി എന്ന് പറയുകയല്ലാതെ എന്താണ് അഴിമതി എന്ന് വ്യക്തമാക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല. അഴിമതിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ജനങ്ങൾ ഈ പ്രതിപക്ഷത്തിന്റെ കുത്തകയല്ല എന്നുള്ളത് പ്രതിപക്ഷം മനസ്സിലാക്കണം. അവർ സമരം നടത്തട്ടെ, നമുക്ക് നോക്കാം എന്ന ഭാവത്തിൽ തന്നെയാണ് മന്ത്രി മറുപടി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം സ്പിരിറ്റ് വ്യാവസായിക ഉൽപ്പന്നമാണ് എന്നുള്ളതാണ്. ജനങ്ങൾ മുഴുവൻ പ്രതിപക്ഷത്തിന്റെ കുത്തകയല്ലെന്നും അഴിമതി പൊളിഞ്ഞതുപോലെ തന്നെ ജലചൂഷണ കഥയും പൊളിയും എന്നുള്ളത് തന്നെയാണ് തങ്ങൾ വിശ്വസിക്കുന്നതെന്നും മന്ത്രി ഇന്ന് പറയുകയുണ്ടായി. മറ്റൊരു കാര്യം, അത്ര വലിയ പ്രശ്നമാണെങ്കിൽ അടിയന്തര പ്രമേയം എന്തുകൊണ്ട് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. അത് ഉന്നയിക്കാൻ അവർ തയ്യാറാകുന്നില്ല. എത്ര തവണ തങ്ങൾ പറഞ്ഞിട്ടും അത്തരത്തിൽ ഒരു അടിയന്തര പ്രമേയവുമായി മുന്നോട്ട് വരാൻ പ്രതിപക്ഷത്തിന് സാധിക്കാത്തത് ഇത് അഴിമതി കഥ പോലെ തന്നെ ജലചൂഷണ കഥയും ഒരു പൊളിഞ്ഞ കാര്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ബ്രൂവറി വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ എല്ലാ കാര്യവും വ്യക്തമാക്കിയതാണ് എന്നുള്ള കാര്യവും എം പി രാജേഷ് ഇന്ന് പറയുകയുണ്ടായി. ശരി, ജോഷില കോഴിക്കോട് എന്ന വിവരങ്ങൾ നൽകിയത്.